ഇനി മുതൽ ഇമിഗ്രേഷൻ പരിശോധനകൾക്കായി ഒരുപാട് പേപ്പേഴ്സ് ഒന്നും കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല. എന്തിന്? ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സിനായി പാസ്പോർട്ട് പോലും വേണ്ട എന്നാണ് പുതിയ തീരുമാനം. ഇങ്ങനെ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യയിലെ വിമാനത്താവളങ്ങളെ ആഗോള ട്രാൻസിറ്റ് ഹബ്ബുകളാക്കി സ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നിർദ്ദേശം. അതിനായി അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ഇമിഗ്രേഷൻ പരിശോധനകൾ വേഗത്തിലാക്കാൻ ബയോമെട്രിക്സ് അധിഷ്ഠിത സംവിധാനം നടപ്പാക്കാനായി സർക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു. നിയമങ്ങൾ കാര്യക്ഷമമാക്കുക, യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കുക, ഇമിഗ്രേഷൻ തടസ്സങ്ങൾ ഇല്ലാതാക്കുക, അന്താരാഷ്ട്ര വിമാന യാത്രാ അവകാശങ്ങൾ അനുവദിക്കുക, ട്രാൻസിറ്റ് ഹബ്ബുകളാക്കി സ്ഥാപിക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ പുതിയ പദ്ധതി. മാത്രമല്ല, ഓട്ടോമേറ്റഡ് ഇമിഗ്രേഷൻ ക്ലിയറൻസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബയോമെട്രിക്സ് അധിഷ്ഠിത സംവിധാനം വരുന്നതോടുകൂടി ഇനി മുതൽ യാത്രക്കാർക്ക് ഫിസിക്കൽ പാസ്പോർട്ട് വെരിഫിക്കേഷന്റെ ആവശ്യവുമുണ്ടാകില്ല. അതേസമയം ഇന്ത്യയിലേക്ക് ആദ്യമായി വരുന്ന ആളുകൾ നടത്തുന്ന ഐറിസ്, ഫേഷ്യൽ, ഫിംഗർ പ്രിന്റ് ബയോമെട്രിക്സ് ഐഡന്റിഫിക്കേഷനിലൂടെ തുടർന്നുള്ള യാത്രകൾ ഈസിയാക്കും. അവർ വീണ്ടും ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ പാസ്പോർട്ടിന്റെ ആവശ്യമുണ്ടാകില്ല എന്നാണ് ഈ സംവിധാനത്തിന്റെ പ്രത്യേകത. കാരണം ഒരു വ്യക്തിയുടെ എല്ലാ ഡീറ്റെയിൽസും ഓട്ടോമേറ്റഡ് സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ന്യൂഡൽഹി, മുംബൈ, ബാംഗ്ലൂരു വിമാനത്താവളങ്ങളിലാണ് ആദ്യമായി ഈ സംവിധാനം നടപ്പാക്കുന്നത്. തുടക്കത്തിൽ അന്താരാഷ്ട്ര യാത്രക്കാർക്കായിരിക്കും ഈ സേവനമെങ്കിലും ഇലക്ട്രോണിക് പാസ്പോർട്ടുകൾ സർക്കാർ വിതരണം ചെയ്യുന്നതോടുകൂടി ഇന്ത്യൻ പൗരന്മാർക്കും പ്രവേശനം ലഭിക്കുന്നതായിരിക്കും.